ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഡെയിലി വ്ളോഗാട്ടെ. കുറേ നാളായിട്ട് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഡെയിലി വ്ളോഗ് ഇട്ടിട്ട് അപ്പോൾ എണീറ്റ് പാടെ ബെഡൊക്കെ ശരിയാക്കിയിട്ടു. പിന്നെ അതേ രാവിലെ നമ്മൾ എന്നും കിളികൾക്ക് ചോറ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ കിളികളൊക്കെ തെറ്റാണ്ട് വന്നിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇന്നലെ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തോരിയിടലായിരുന്നു രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ പണി. പിന്നെ അടിച്ചുവാരല്ല അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഡ്രസ്സ് തോരലിടലൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊരിച്ച പത്തിരി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഓരോന്നായിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട് പൊരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളക്ക് വയ്ക്കലും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ പൊരിച്ച പത്തിരിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് എല്ലാതും. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് കട്ടൻ ചായയും അതുപോലെ തന്നെ പൊരിച്ച പത്തിരിയായിരുന്നു. കഴിഞ്ഞിട്ട് പിന്നെ മെയിനായിട്ട് ഉച്ചത്തെ പരിപാടിക്കുള്ള ഫുഡിനുള്ള ഇതൊക്കെ ശരിയാക്കായിരുന്നു. ഇന്ന് നമ്മൾ ബീഫ് കറി ആയിരുന്നു ഉണ്ടാക്കണ്ടായിരുന്നു. ബീഫ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്. അതിലേക്ക് പിന്നെ നമ്മൾ സബോള, ഇഞ്ചി, പച്ചമുളക് പിന്നെ അതുപോലെയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരു പാൻ ഇത് വെച്ചിട്ട് കടായി വെച്ചിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സബോളയും പച്ചമുളകൊക്കെ നന്നായി വഴറ്റി തുടങ്ങി. ഒന്ന് വഴണ്ടി വന്നപ്പോൾ പിന്നെ അതിലേക്ക് കുരുമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് അരച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് നന്നായി മൂക്കുമ്പോൾ പിന്നെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആദ്യം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്ത് പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ഇട്ടാൽ ആ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ലേശം വെള്ളം കൂടി ഇട്ടിട്ട് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ചോറിന് ബീഫും അതുപോലെ തന്നെ പപ്പടം വറുത്തതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു സബോളയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഒക്കെ കഴിഞ്ഞ് ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് മെയിനായിട്ട് ഇരുന്നിട്ട് ടി വി കാണലായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ടൊവിനോട് ഒരു സിനിമയായിരുന്നു, അതിരുന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഓൺലൈനിൽ ഒരു ബാഗ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി ബാഗായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇതിൻ്റെ മെയിനായിട്ട് കളറാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടമായത്. വൈറ്റ് കളറാണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് അഴുക്കാവും, പക്ഷേ നല്ല ഇതായിരിക്കും കേട്ടോ, കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ഒരു ചെറിയൊരു ബാഗായിരുന്നു കേട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സംഭവം നമ്മുടെ പ്രൊഡക്റ്റ് ആ ഫോട്ടോയിൽ കാണുന്ന സെയിം പ്രൊഡക്റ്റ് തന്നെയാട്ടോ കിട്ടിയത്. അപ്പോൾ ആകെ ഒരു അറയാണ് ഉണ്ടായിരുന്നത്. പിന്നെ സൈഡിൽ ഇതുപോലത്തെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ചെറിയ ലവ് ചിഹ്നമായിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 മണിക്ക് ഞാനിന്നൊരു വെറൈറ്റി വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെള്ളക്കടല വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഒരു ചെറിയ സബോളയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് കേട്ടോ, അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളക്കടല നമ്മൾ ഓൾറെഡി കുതിർത്തതാണ്. അതിലേക്ക് ലേശം പരിപ്പും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതും കൂടി കുതിർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ, ലേശം വെള്ളം ഒഴിച്ചാൽ മതി, കൂടിപ്പോയാൽ നമുക്ക് ഒന്നിനും കൊള്ളില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ലേശം വെള്ളം പിന്നെ ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പരിവാകുമ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക കേട്ടോ. സബോളയൊക്കെ ചേർത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചെറിയ ഉരുളയായിട്ടാണ് ഇടുന്നത്. ചീൻചട്ടിയിൽ ഓൾറെഡി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നന്നായി മൂത്ത് വരുമ്പോൾ ഇതുപോലെ ചെറിയ ഉരുളയാക്കിയിട്ട് വടയുടെ ഒരു സൈസിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മൊരിയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വട എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 4 മണിക്ക് കട്ടൻ ചായയും അതുപോലെ തന്നെ വെള്ളക്കടല കൊണ്ട് വടയാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്തൊരു പാടുണ്ടായിരുന്നു, അങ്ങോട്ട് പോയി കുറച്ച് നേരം അവിടെ പോയിട്ട് ഒരു റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു ചെറിയൊരു തോട് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ കാലിട്ട് വെള്ളത്തിലിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു പോയിട്ട്.
ശേഷം പാടത്തു നിന്നൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ചെടികളൊക്കെ നനച്ചു വിട്ടു. അതിന് ശേഷം പിന്നെ കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് ഇന്ന് രാത്രിയത്തെ പരിപാടി നോക്കായിരുന്നു കേട്ടോ. രാത്രി ഇന്ന് ചിക്കൻ വെച്ചിട്ടുള്ളൊരു ഐറ്റമായിരുന്നു ഉണ്ടാക്കേണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ സാധാ 2 കഷ്ണം വറുക്കാനായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ മുട്ട പുഴുങ്ങിയത് വെച്ചിട്ടൊരു മയണൈസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ചിക്കൻ നമ്മൾ സാധാ പോലെ വേവിച്ച് അതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞൊരു സബോളയും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ്റെ നമ്മുടെ എല്ലാ പീസും ആയതിനു ശേഷം അതിൻ്റെ എല്ല് മാത്രം മാറ്റിയിട്ട് ചിക്കൻ സാധാ പീസ് മാത്രമാക്കി എടുക്കണം കേട്ടോ സെപ്പറേറ്റ്. അപ്പോൾ നമ്മൾ വെന്തതിന് ശേഷം ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ടയും കൂടിയും കൊത്തിപ്പൊരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കനും നമ്മുടെ അതൊക്കെ ആയിട്ടുണ്ട്. ബാക്കി ചിക്കൻ നമ്മൾ പീസൊക്കെ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ട കൊണ്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ 2 പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2-3 അല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ലേശം സൊറുക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഒരു ലേശം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ കറക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഈ ഒരു കട്ട പരുവത്തിലാവും കിട്ടുക. അതിൽ ലേശം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നാക്കിയിട്ട് കറക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം മയണൈസിൻ്റെ ഒരു ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അതിന് ഇത്തിരിയും കൂടി ഇരുന്നാൽ നല്ലതുപോലെ കട്ടിയാവും. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് ട്രൈ ചെയ്യണേ കേട്ടോ. മയണൈസ് എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പിന്നെ ഓയിലും ഇത്തിരി കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി ഒരു ഷവർമ പോലെയാണ് ഉണ്ടാക്കാനായിട്ട് നോക്കിയിരുന്നത് കേട്ടോ. ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മയണൈസും കൂടെ നമ്മളതിൽ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളത് റോളാക്കിയിട്ട് ഉരുട്ടി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് നൈറ്റ് ഉണ്ടായിരുന്നത് ഈ ഷവർമ റോളും അതുപോലെ തന്നെ ചിക്കൻ വറുത്തതായിരുന്നു കേട്ടോ നമുക്കിന്ന് ഉണ്ടായിരുന്നത് രാത്രി കഴിക്കാനായിട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയ വ്ളോഗായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തെടുത്തിട്ട് എല്ലാവർക്കും ബൈ ബൈ.